ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റിൻ്റെ ഒരു അടിപൊളി കോംബോ ആണ് വരുന്നത്. അതായത് 10 വെറൈറ്റീസ് അടങ്ങിയ ഒരു അടിപൊളി കോംബോ ആണ്. വെറും 280 രൂപയ്ക്കാണ് ഈ ഒരു 10 വെറൈറ്റീസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി കോംബോയിൽ ഇട്ടിരിക്കുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളറുകളുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ വാങ്ങാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാൽസം പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വരുന്നത് ജിഫി ബാഗിലാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോട്ടി മിക്സ് ആയിട്ട് ജിഫി ബാഗിൽ ഉപയോഗിക്കുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമാണ്. അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് വരുന്നത് വെള്ളത്തണ്ടോട് കൂടിയിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ ഈ ബാൽസം പ്ലാന്റിൽ വെള്ളത്തണ്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വെള്ളം വലിച്ചു വെക്കുന്ന ഒരു പ്ലാന്റാണ്. അതായത് വെള്ളം സൂക്ഷിച്ച് വെക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിക്കാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ വെള്ളത്തണ്ട് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു ചെടിയും കൂടിയാണ്. അതിൽ പെടുന്ന അടുത്ത ഇനം എന്ന് പറയുന്നത് ഒരു റെഡ് കളറിൽ വരുന്ന തണ്ടാണ്. അതധികം വെള്ളം ശേഖരിക്കാത്ത ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തണ്ട് വരുന്ന ചെടികൾക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാവൂ. ഒരുപാട് ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ചീയലുണ്ടാവും. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തണ്ടും അതുപോലെ തന്നെ റെഡ് വരുന്ന തണ്ടിനെ പറ്റിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. കാരണം ഒരുപാട് പേർക്ക് പ്ലാന്റ് ഇങ്ങനെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ജിഫി ബാഗ് നമുക്ക് മണ്ണിലേക്ക് നട്ടു വെക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഫി ബാഗിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ശേഷം അതോടുകൂടി തന്നെ അങ്ങ് ഇറക്കി വെച്ചാൽ മതി. ജിഫി ബാഗ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. വേരുകൾക്കൊന്നും വരാത്ത രീതിയിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇറക്കി വെക്കാവുന്നതാണ്. ഇനി ജിഫി ബാഗ് റിമൂവ് ചെയ്യാതെ വെക്കുന്നവരുണ്ടെങ്കിൽ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ടേ വെക്കാവൂ. ഒരു സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിഫി ബാഗ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു അംശവും കൂടി ചേർന്നിട്ട് വരുന്ന ടൈപ്പ് ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി ഇറക്കി വെക്കുന്ന സമയത്ത് ജിഫി ബാഗ് കട്ട് ചെയ്യാണ്ടോ അതോ ജിഫി ബാഗ് റിമൂവ് ചെയ്യാണ്ടോ ഇറക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് അങ്ങ് വളർച്ച എത്തില്ല. അതിനും കൂടിയിട്ട് വേണ്ടിയിട്ട് പറയുന്നതാണ്. പോരാത്തതിന് വെള്ളം കെട്ടിക്കിടന്നിട്ട് നമ്മുടെ പ്ലാന്റ് നാശമാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ജിഫി ബാഗ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ ജിഫി ബാഗ് കട്ട് ചെയ്തിട്ട് ഒന്ന് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് നമ്മൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ടാവും. വേരുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. 10 വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഒന്നിങ്ങനെ പിഴിഞ്ഞു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നട്ട് വെക്കുന്നവരുണ്ടെങ്കിൽ നട്ട് വെക്കുക. ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാക്ക് ചെയ്യേണ്ട പ്ലാന്റ്സ് ആയതുകൊണ്ട് അതിൽ വെള്ളം ഒരുപാട് ഉള്ളതുകൊണ്ട് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞത്. അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ. ഉറപ്പായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ പോകണം. കാരണം ഈ ഒരു പ്ലാന്റ്സ് വാങ്ങുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് വെയിലൊട്ടും ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ വെക്കാവൂ. ഒരു തുള്ളി പോലും വെയിൽ ഒരുപാട് നമുക്ക് ഈ ഒരു പ്ലാന്റിന് പറ്റില്ല. നമുക്ക് രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഈ ഒരു പ്ലാന്റ്സ് വെച്ചോളൂ. ഒരുപാട് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നാശമാവും കേട്ടോ. അപ്പോൾ അടുത്തത് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ ഈ ചകിരിച്ചോറ് ഇത് റിമൂവ് ചെയ്യാണ്ട് ഇതും കൂടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇറക്കി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് സാഫ് ഉപയോഗിച്ച് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ചെടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സാഫ് ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കലക്കിയതിന് ശേഷം ഒഴിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പ്ലാന്റിന് നല്ലതാണ് സാഫ് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വളമാണ് സാഫ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് വരുന്നത് സീസൺ ഫ്ലവർ അല്ല. നമുക്ക് ഇത് എപ്പോഴും കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ്. അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബാൽസം എന്ന് പറയുന്ന പ്ലാന്റ്. നമുക്ക് എപ്പോൾ നട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ബാൽസം എന്ന് പറയുന്നത്. ഇനി പൂക്കൾ കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിൽ വളം മൊത്തം വലിച്ചെടുത്തതിന് ശേഷമാണ് പൂക്കൾ ഇല്ലാണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും മണ്ണിൻ്റെ കൂടെ തന്നെ വളം ഇച്ചിരി കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ 10 കളറിന് വെറും 280 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്